മുതിർന്നവരെ അനുസരിക്കുകയും ആദരവോടെ പെരുമാറുകയും വേണം. കോവിഡ് എന്ന വ്യാധി കാരണം വീട്ടിൽ നിന്ന് നമുക്ക് ശിശുദിനം ആഘോഷിക്കേണ്ടി വന്നു. എങ്കിലും നല്ലൊരു നാളെയുടെ മുന്നോടിയായി നമുക്കതിനെ കണക്കാക്കാം. ശുചിത്വവും സാമൂഹിക അകലവും പാലിച്ചാൽ തീർച്ചയായും നമുക്ക് മഹാമാരിയിൽ നിന്നും രക്ഷ നേടാനാവും. മുതിർന്നവരെ അനുസരിക്കുകയും ഈ രണ്ട് കാര്യങ്ങൾ പാലിക്കാനും കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ അടുത്ത ശിശുദിനം നമുക്ക് ഒത്തൊരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കും. കുട്ടിക്കാലത്ത് നമ്മൾ ശീലിക്കുന്ന നല്ല കാര്യങ്ങൾ വലുതാകുമ്പോഴും നമ്മോട് കൂടി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ശിശുദിനം സന്തോഷത്തോടെ ആഘോഷിക്കുന്നതിനൊപ്പം ഒരു നല്ല ശീലം നമുക്ക് ആരംഭിക്കാൻ ശ്രമിക്കാം. അത്തരം നല്ല ശീലങ്ങൾ നമ്മെ നല്ല പൗരന്മാരാക്കാൻ സഹായിക്കും. അങ്ങനെ ചാച്ച നെഹ്റു സ്വപ്നം കണ്ട ഉത്തമ ഭാരതം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ലോകത്തെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനും മനസ്സ് തുറന്ന് ചിരിക്കാനും സാധിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ് ഒരു ശിശുദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരി, നമുക്കേവർക്കും അറിയുന്നത് പോലെ മാനവരാശി വലിയൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന ഇനിക്കുഞ്ഞന്മാരായ വൈറസുകൾ ലോകമെമ്പാടും ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും ഈ ഭീകരനെ തുരത്താൻ പടപൊരുകയാണ്. നമ്മുടെ കൊച്ചു കേരളവും ഈ പോരാട്ടത്തിൽ ലോകത്തിന് മാതൃകയായി മുന്നിൽ തന്നെയുണ്ട് കേട്ടോ. ഈ യുദ്ധത്തിൽ കൊച്ചുകുട്ടികളായ നമ്മൾക്ക് പലതും ചെയ്യാനുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നാം പുറത്തു പോകുകയും മാസ്ക് ധരിച്ച് പുറത്തു പോകുകയും വേണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും കഴുകുകയും വേണം. സർക്കാർ നിർദ്ദേശം നാം അനുസരിക്കാൻ നമ്മുടെ മുതിർന്നവരെ പ്രേരിപ്പിക്കുകയും വേണം. നമ്മളെപ്പോൾ